റയൽ മാഡ്രിഡ് വേഴ്സസ് ഗെറ്റാഫെ മാച്ച് 1-0 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് ജയിച്ചു. ബാക്ക് ടു ദ ടോപ്പ് ഓഫ് ദ ടേബിൾ. ബാഴ്സലോണയെ വീണ്ടും കീഴെ ഇറക്കിയിട്ടുണ്ട്. സെവിയയോടുള്ള ഒരു പരാജയത്തിന് ശേഷം പിന്നെ റയൽ മാഡ്രിഡാണ് ആ ഒരു ടേബിൾ ടോപ്പിൽ ഡോമിനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഴ്സലോണയുടെ സെവിയയ്ക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം. 1-0 എന്നുള്ളൊരു സ്കോറിനാണ് റയൽ മാഡ്രിഡ് ഗെറ്റാഫയെ പരാജയപ്പെടുത്തിയത്. കിലിയൻ എംബാപ്പെ തന്നെയാണ് ഗോൾ സ്കോർ ചെയ്തത്. 11ാമത്തെ മാച്ചിലും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കിലിയൻ എംബാപ്പെ. പക്ഷേ ഞാൻ പറയും ഈ ഒരു മാച്ചിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് അത് വിനീഷ്യസ് ജൂനിയർ ആണ്. ആസ് പെർ ദ ഗെയിം. ഓക്കെ, ഗെയിം വെച്ച് നോക്കുന്ന, അതായത് ഞാൻ ഈ ഒരു മാച്ചിൻ്റെ, അതായത് ഈ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് ഗെറ്റാഫെ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. അപ്പോൾ അതിൻ്റെ കമൻസ് ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് ഫുൾ വിനി ദ ആക്ടർ, വിനി ദ ബെസ്റ്റ് ആക്ടർ. ആരെങ്കിലും വിനി ജൂനിയറിന് ഒരു ഓസ്കാർ എടുക്കും അതുപോലെ അജ്ജാതി കമൻസ്. ഞാൻ ആ കമൻസ് കണ്ട് കുറേ ചിരിച്ചു. എനിക്കറിയില്ല എന്താണ്, വിനി ജൂനിയറിനെ ഫൗൾ വെച്ചാൽ അദ്ദേഹം വീഴും. ഓക്കെ, വിനി ജൂനിയറിനെ ഫൗൾ വെച്ചാൽ അയാൾ വീഴും. അത് ഏതൊരു ഫുട്ബോളർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അയാളെ ഫൗൾ വെച്ചാൽ വീഴും. നിങ്ങൾ ഈ ഒരു കളി വിനി ജൂനിയർ 55ാമത്തെ മിനിറ്റിൽ മസ്തൻ തുഹാനെ മാറ്റി വിനി ജൂനിയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന സമയം തൊട്ടുള്ള ആ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗെറ്റാഫയുടെ ഓഡിയൻസ് കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിനി ജൂനിയറിനെ. അറിയില്ല എന്താണ് ഈ ഒരു പ്ലെയറിനെ മാത്രം ഇത്രയധികം കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയില്ല. ഐ ഡോണ്ട് നോ. ഒവിയോഡിക്കെതിരെ ആയാലും ഗെറ്റാഫയ്ക്കെതിരെ ആയാലും എവേ മാച്ചസ് പോകുന്ന സമയത്ത് വിനി ജൂനിയറാണ് ആ ടീമിലെ ബെസ്റ്റ് പ്ലെയർ. അദ്ദേഹത്തെ കൂക്കി വിളിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി വിനി ജൂനിയർ അല്ല റയൽ മാഡ്രിഡ് ടീമിൻ്റെ ബെസ്റ്റ് പ്ലെയർ, അത് എംബാപ്പെ തന്നെയാണ്. അതിലിപ്പോൾ ആർക്കും ഡൗട്ടൊന്നുമില്ല. പക്ഷേ വിനി ജൂനിയർ ദ ഗെയിം ചേഞ്ചർ എന്ന് ഞാൻ പറയാൻ കാരണം 55ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയർ വന്നു. എത്ര യെല്ലോ കാർഡ്സാണ് ഗെറ്റാഫയുടെ പ്ലേയേഴ്സിന് അദ്ദേഹം കൊടുത്തത്? 2 റെഡ് കാർഡ്. വിനി ജൂനിയറിനെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ 2 റെഡ് കാർഡാണ് ഗെറ്റാഫയുടെ പ്ലേയേഴ്സിന് കിട്ടിയത്. സോ അദ്ദേഹം റയൽ മാഡ്രിഡ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ഒരു പ്ലെയറാണ്. റയൽ മാഡ്രിഡ് ടീമിന് എന്താണോ ആ ഒരു സമയത്ത് വേണ്ടത്, ഒരു പ്ലെയറിനെ 2 പ്ലെയറിനെ കുറച്ച് കൊടുത്തു, ഒരു ഗോൾ കൊണ്ടുവരാൻ അദ്ദേഹം സഹായിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ സംഭവം ശരിയാണ്, വിനി ജൂനിയർ ഫൗൾ വെക്കുന്ന സമയത്ത് ആ ഒരു ഫൗൾ ഒരു 60% ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 80% എക്സാജറേറ്റ് ചെയ്ത് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സത്യം തന്നെയാണ്. അത് ഓൾമോസ്റ്റ് ഒരു 70 അല്ലെങ്കിൽ 80% ഫുട്ബോളേഴ്സ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണത്. ഒരു സമയത്ത് നെയ്മറിനായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് പലരും ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് 2018 വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് നെയ്മർ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ടീമിന് വേണ്ടി ചില സമയത്ത് തനിക്ക് കുറച്ചൊന്ന് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പിന്നെ നെയ്മറിന് നടന്നത് നമുക്കറിയാം. ഓക്കെ, അതേപോലെ വിനി ജൂനിയർ കുറച്ചൊന്ന് എക്സാജുറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഓക്കെ, റഫറി അത് കണ്ടു, അത് ഫൗളാണ് റഫറിക്ക് തോന്നി. എനിക്ക് അതിൻ്റെ എല്ലാ ഫൗളും ഞാൻ കണ്ടു. ഫസ്റ്റ് ഡയറക്റ്റ് റെഡ് കാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് കറക്റ്റ് ഫേസിനാണ് ആ ഒരു പ്ലെയർ അടിച്ചിട്ടുള്ളത്. ആ പ്ലെയർ സബ്ബായിട്ട് ഒന്ന് കറക്റ്റ് ഫേസിനാണ് വിനി ജൂനിയർ അടിച്ചിട്ടുള്ളത്. ആ സമയത്ത് വീഴല്ലാതെ വിനി ജൂനിയർ എന്താ പിന്നെ ചെയ്യേണ്ടത്? ഡയറക്റ്റ് റെഡ് കാർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിനാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെസ്റ്റിന് അവിടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ റെഡ് കാർഡ് കൊടുക്കാം. ഫേസിനാണ് അടിച്ചിട്ടുള്ളത്. ഫേസിന് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പല റഫറിമാരും യെല്ലോ കാർഡ് കൊടുക്കാറുണ്ട്. ഇത് അടിച്ചൊക്കെയാണ്. ഓക്കെ, ആ ബോൾ എടുക്കാൻ പോകുന്ന സമയത്ത് വിനി ജൂനിയറുടെ മുഖത്തൊക്കെ അടിച്ചൊക്കെയാണിത് കൈ കൊണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് റെഡ് കാർഡ് കൊടുത്തതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഓക്കെ, അറിയില്ല എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും എനിക്കത് റെഡ് കാർഡായിട്ട് തന്നെയാണ് തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പേഴ്സണൽ. നിങ്ങളൊരു അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ഞാൻ പറയുന്നുണ്ടെങ്കിൽ വിനി ജൂനിയർ ദ ഗെയിം ചേഞ്ചർ. ഓക്കെ, ഞാൻ അതേ പറയുള്ളൂ. പിന്നെ ആർദെ ഗൂളറിൻ്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും മാറ്റിമറിച്ചു. ഈ ഒരു കളിയുടെ ഗതി മാറ്റിമറിച്ചു. കാരണം ആ ഗൂളർ എംബാപ്പെ കോമ്പിനേഷൻ വീണ്ടും നടന്നു, ഗോളായി. ഓക്കെ, അത് നല്ലൊരു ഗോളായിരുന്നു. സോ റയൽ മാഡ്രിഡ് ബാക്ക് ടു ടോപ്പ് ഓഫ് ദ ടേബിൾ. നെക്സ്റ്റ് മാച്ച് റയൽ മാഡ്രിഡിനുള്ളത് യുവൻറ്റസിനെതിരെയാണ്. ചാമ്പ്യൻസ് ലീഗിലെ മാച്ചാണ്. സാന്റിയാഗോ ബെർണാബിയിലാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻറ്റ് തന്നെയാണ് ആ ഒരു മാച്ച്. അറിയില്ല എന്തായാലും. അത് കഴിഞ്ഞിട്ട് ലാ ലീഗയിൽ ഇനി അടുത്ത മാച്ച് ഏതാ? എൽ ക്ലാസിക്കോ. അത് റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ. ടോപ്പ് 1 വേഴ്സസ് ടോപ്പ് 2. ഓഫ് കോഴ്സ് ആ ഒരു എൽ ക്ലാസിക്കോ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെയായിരിക്കും ആ ഒരു മാച്ച് ഉണ്ടാവുക. സോ അതുകൊണ്ട് ഞാൻ അതല്ല പറയാൻ വന്ന്, ഈ ഒരു മാച്ച് സാബി അലൻസോ ഇറക്കി വിട്ടത് വിനി ജൂനിയറിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തെ സേവ് ചെയ്യണമായിരുന്നു. കാരണം അവിടെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മാച്ചും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏഷ്യയിലേക്ക് പോയാണ് കളിച്ചിട്ടുള്ളത്. സോ അദ്ദേഹത്തെ സേവ് ചെയ്തേ പറ്റൂ. കാരണം വിനി ജൂനിയർ ഇസ് വൺ ഓഫ് ദ കീ പ്ലെയർ ഓഫ് റയൽ മാഡ്രിഡ്. അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. നിങ്ങളിപ്പോൾ ആരെന്തൊന്ന് ആക്ടറാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദാറ്റ്സ് എ ഫാക്ട്. വിനി ജൂനിയർ ഈസ് എ കീ പ്ലെയർ ഓഫ് റയൽ മാഡ്രിഡ് എന്നുള്ളത്. അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അതേ ക്ലാസ്സുള്ള രീതിയിലുള്ള ഒരു പ്ലെയർ റോഡ്രിഗോ ഉണ്ട് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഗെറ്റാഫയ്ക്കെതിരെ റോഡ്രിഗോയാണ് ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഗോൾ കീപ്പറായിട്ട് തിബോ കോർട്ടുവ, CB ആയിട്ട് നമ്മുടെ ഹ്യൂസിന് പരിക്കായതുകൊണ്ട് തന്നെ ഡേവിഡ് അലാബയും മിലിറ്റാവുമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
റൈറ്റ് ബാക്കിൽ ഫെഡെ വാൽവർദെ, ലെഫ്റ്റ് ബാക്കിൽ കരേരാസ്, ഡിഫൻസീവ് മിഡ്ഫീൽഡ് 2 പേരുണ്ടായിരുന്നു, ചുമനിയും കനവിങ്കയും ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു വെറൈറ്റി പരീക്ഷണമായിരുന്നു ഇന്ന് ഈ ഒരു സീസൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ബെല്ലിംഗാം ആ ഒരു നമ്പർ 10 റോളിലും, ലെഫ്റ്റിൽ റോഡ്രിഗോ, റൈറ്റിൽ മസ്തൻതുവാനോ, സ്ട്രൈക്കറായിട്ട് എംബാപ്പെ. ഓക്കെ, ഇങ്ങനെയാണ് കറൻ്റ്ലി അവിടെ റയൽ മാഡ്രിഡ് ടീം ഇറങ്ങിയത്. അപ്പുറത്ത് ഓപ്പോസിറ്റാണ് ഗെറ്റാഫെ 5 ഡിഫൻഡേഴ്സിനെ നിരത്തിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അവർക്ക് എങ്ങനെയെങ്കിലും സമനില പിടിച്ചിട്ടാൽ ഈ കളി ജയിക്കണം, ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഗെറ്റാഫെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു റോഡ്രിഗോയുടെ ഒരു നല്ലൊരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു എംബാപ്പയ്ക്ക്. അത് എംബാപ്പെ ഷോട്ട് എടുത്തു, അത് ഗോളാക്കാൻ പറ്റിയൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ എംബാപ്പയ്ക്ക് അത് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. ഗെറ്റാഫയുടെ ഗോൾ കീപ്പർ അത് സേവ് ചെയ്ത് കളഞ്ഞു. പിന്നെ എംബാപ്പയുടെ ഒരു ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു, അതായത് മിലിറ്റാവിൻ്റെ ദേഹത്തട്ട് ഡിഫ്ലക്റ്റഡ് ആയിപ്പോയി ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബെല്ലിംഗാമിൻ്റെ ഒരു ബോളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെക്കൻഡ് ഹാഫിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ, അറിയില്ല. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ഒരു ആവറേജ് രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മസ്തൻതുവാനൊക്കെ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. മസ്തൻതുവാനിൻ്റെ ബോളൊക്കെ അദ്ദേഹത്തൊക്കെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഗെറ്റാഫയുടെ പ്ലേയേഴ്സൊക്കെ. പിന്നെ ബെല്ലിംഗാമിനും ഒരു ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ബെല്ലിംഗാം ഈ സീസണിലെ പ്രീവിയസ് മാച്ചസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, നല്ലപോലെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് ബെല്ലിംഗാം. അത് ആ ഒരു മാച്ചിൽ നമുക്ക് നല്ലപോലെ കാണാനുണ്ട്. പിന്നെ റോഡ്രിഗോ എപ്പോഴും അദ്ദേഹം എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു ക്ലാസ്, ഓക്കെ, ആ ഒരു പ്യൂർ ക്ലാസ്സിൽ തന്നെയാണ് റോഡ്രിഗോ കളിച്ച് പോയിട്ടുള്ളത്. ആർക്കും ഒരു അലമ്പില്ലാതെ പ്രോപ്പറായിട്ട് അങ്ങനെ കളിച്ച് പോയിട്ടുണ്ട് റോഡ്രിഗോ. ചാൻസസ് കുറേ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എംബാപ്പയ്ക്ക്, പക്ഷേ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യാൻ എംബാപ്പയ്ക്ക് പറ്റിയില്ല ഫസ്റ്റ് ഹാഫിൽ. പിന്നെ റോഡ്രിഗോയുടെ വക 1-2 ഷോട്ട് ഉണ്ടായിരുന്നു, അതും ഗെറ്റാഫയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്ത് കളയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് സെക്കൻഡ് ഹാഫിലോട്ട് കളി വന്നു. സെക്കൻഡ് ഹാഫിൽ ഡേവിഡ് അലാബയ്ക്ക് വീണ്ടും ഇഞ്ചുറി ആയി. 46ാമത്തെ മിനിറ്റിൽ റൗൾ അസെൻസിയോ കൊണ്ടുവന്നു. റൗൾ അസെൻസിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിൽ കഴിഞ്ഞ മാച്ചിൽ കളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ മാച്ചസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആ ഒരു ഒറ്റ മൈൻഡ് മാറിയിട്ടൊരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് റൗൾ അസെൻസിയോ. പിന്നെ അതൊരു നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പിന്നെയാണ് നമ്മുടെ അണ്ണൻ്റെ വരവ്. മസ്തൻതുവാനോനെ പിൻവലിച്ച് വിനീഷ്യസ് ജൂനിയർ 55ാമത്തെ മിനിറ്റിൽ കൊണ്ടുവന്നു. വിനി ജൂനിയറിനെ ലെഫ്റ്റ് ഇട്ടു, റോഡ്രിഗോനെ പിടിച്ച് അപ്പുറത്ത് മസ്തൻതുവാനോൻ്റെ പൊസിഷനിൽ ഇട്ടു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. ഓക്കെ, സാബി അലൻസോയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും അതൊരു നല്ല തീരുമാനമായിരുന്നു. ടീമിലെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ്, അതായത് വിനി ജൂനിയർ ആണ് കുറച്ചും കൂടി ആ ഒരു ടീമിൽ സിങ്ക് ആയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ബെല്ലിംഗാമിനേറ്റും എംബാപ്പേനേറ്റും കുറച്ചും കൂടി സിങ്ക് ആയിട്ടുള്ളത് വിനി ജൂനിയർ ആണ്. റോഡ്രിഗോ ഒന്നുകൂടി കുറച്ചും കൂടി ഒന്ന് സിങ്ക് ആവാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, റോഡ്രിഗോ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലാസ് പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായുള്ള ഒരു ക്വാളിറ്റി റോഡ്രിഗോ എപ്പോഴും കാണിക്കും. പിന്നെ റോഡ്രിഗോൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റേതായുള്ള രീതിയിലുള്ള പ്രസ്സിംഗ് ഒക്കെ നടത്തിയിട്ടാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. റോഡ്രിഗോൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലേയിങ് ആണ്. അദ്ദേഹം പ്രസ് ചെയ്യും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യും, ചിലപ്പോൾ ഡിഫൻസിൽ വന്ന് സഹായിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലേയിങ് ആണ്. വിനി ജൂനിയർ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലേയിങ് അല്ല. അദ്ദേഹം പ്രോപ്പർ അറ്റാക്ക്, വിങ്ങിങ്, ഓപ്പോസിറ്റിലുള്ള ഡിഫൻഡേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് വിനി ജൂനിയർ. അദ്ദേഹത്തിൻ്റെ വേ ഓഫ് സ്റ്റൈലിങ് അങ്ങനെയാണ്, വേ ഓഫ് പ്ലേയിങ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല. വെറുക്കേണ്ടവർക്ക് അദ്ദേഹത്തെ വെറുക്കാം, അറിയില്ല. എന്തായാലും ഗെറ്റാഫയുടെ ഓഡിയൻസൊക്കെ വിനി ജൂനിയർ ഇറങ്ങിയപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ ബോളിൽ എപ്പോഴൊക്കെ കാലിൽ ബോൾ കിട്ടുന്നു അപ്പോഴൊക്കെ കൂക്കിവിളിയായിരുന്നു, ആകെ ബൂയിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിനി ജൂനിയറിൻ്റെ ഒരു ഷോട്ടൊക്കെ അദ്ദേഹം പറത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വെറും കൂക്കിവിളിയായിരുന്നു. വിനി ജൂനിയർ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കൂക്കിക്കോ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. കാരണം റൊണാൾഡോയെ ഐഡോളൈസ് ചെയ്ത്, റൊണാൾഡോയുടെ ഒരു വേ ഓഫ് പ്ലേയിങ് ഐഡോളൈസ് ചെയ്ത് വരുന്ന ഒരാളാണ് വിനി ജൂനിയർ. ഓക്കെ, നെയ്മർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡോൾ. പിന്നെ റൊണാൾഡോയുടെ ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ അദ്ദേഹം ഐഡോളൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്ന കൂക്കി വിളിക്കുന്ന ഒരു വിഷയമല്ല, അതൊക്കെ ഒരു എനർജി ആയിട്ട് എടുത്തിട്ട് വിനി ജൂനിയർ അങ്ങനെ കളിക്കും. ഓക്കെ, അതൊക്കെ അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും പിന്നെ വിനി ജൂനിയർ ഇറങ്ങി. വിനി ജൂനിയറിനെ ഫൗൾ വെച്ചതിന് ആദ്യം ഒരു യെല്ലോ കാർഡ് ആ ഒരു റൈറ്റ് ബാക്കിന് കിട്ടുന്നു. ആ ഒരു യെല്ലോ കാർഡ് അവിടെ ഓർത്ത് വെച്ചോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനി ജൂനിയറിനെ ഫൗൾ ചെയ്തതിന്, അതായത് ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ വിനി ജൂനിയറിന് ബോൾ കൊടുക്കാൻ നിൽക്കുന്നു. ഓക്കെ, വിനി ജൂനിയർ അങ്ങോട്ട് കൗണ്ടർ അറ്റാക്കിനാണ് ഓടുന്നു. അപ്പോഴാണ് ഈ ഒരു പ്ലെയർ മറ്റേ മുഖത്തേക്ക് കൈ കൊണ്ട് അടി അങ്ങോട്ട് അടിച്ചത്. ഓക്കെ, ഇവിടെയാണത് കൊണ്ടിട്ടുള്ളത്. മുഖത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖമില്ല. മുഖത്ത് ഫൗൾ കൈ പോലും വെക്കാൻ പാടില്ല ഫുട്ബോളിൽ. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കുന്നു. കൈ വെച്ചാൽ പോലും അതൊരു ചെറിയ ഫൗളാവും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫൗളാവും. അപ്പോൾ ആ സമയത്താണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് റഫറി നേരെ ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുത്തു. എനിക്കറിയില്ല, പെട്ടെന്ന് അത് കണ്ടപ്പോഴേ റഫറി യെല്ലോ കാർഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ റെഡ് കാർഡാണല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ റെഡ് കാർഡ് കൊടുത്തേക്കാം, അങ്ങനെയും കൊടുത്ത പോലെ എനിക്കും തോന്നി. ഓക്കെ, എന്തായാലും ഡയറക്റ്റ് റെഡ് കാർഡാണ് കൊടുത്തത്. പുള്ളിയാണെങ്കിൽ കുറച്ച് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുള്ളായിരുന്നു. ഓക്കെ, വന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളി റെഡ് കാർഡും മേടിച്ച് 75ാമത്തെ മിനിറ്റിൽ പോയി. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, റൈറ്റ് ബാക്ക് പുള്ളി തന്നെ വിനി ജൂനിയറിനെ വീണ്ടും ഫൗൾ വെക്കുന്നു. അതൊക്കെ ഫൗളാണ്, കാലിനെ അടിച്ചിട്ടുണ്ടത്. ഓക്കെ, ഫൗളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫൗളാണ്. വിനി ജൂനിയർ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം, ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുള്ള രീതിയിൽ. അത് വിനി ജൂനിയർ എങ്ങനെ ഇതിൻ്റെ മുമ്പത്തെ മാച്ചസിലൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്.
എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പത്തെ മാച്ചുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ പറയുന്നത്. അത്രയും കമൻസ് എടുത്ത് നോക്കിയാൽ കോടിയാ ഫുള്ള് വിനീത് ഉയർന്ന് പറ്റേ അത് ലിയോനാർഡോ ഡിക്കാപ്രിയോനൊക്കെ മാറ്റിയിട്ട് മതി ഓസ്കാർ അവാർഡ് കൊടുക്കണം, ഹോളിവുഡിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കണം, അങ്ങനത്തെ രീതിയിലെ ഫുൾ കമൻസ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോളോട് കൂടി പുള്ളിയുടെ ആ ഒരു റൈറ്റ് ബാക്കിന് ഗെറ്റാഫെയുടെ റൈറ്റ് ബാക്കിന് രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടി, അദ്ദേഹത്തിന് റെഡ് കാർഡായി. അപ്പോൾ എന്ത് ചെയ്തു, 2 പേര് പോയി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് വിനീത് ജൂനിയർ ദ ഗെയിം ചേഞ്ചർ എന്നുള്ളത്. അവർ 9 പേരായി ചുരുങ്ങിയ സമയത്ത് അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി ഗെറ്റാഫെയുടെ പോയി. ഓക്കെ, അങ്ങനെ പോയ സമയത്ത് എന്തായി, പിന്നെ ആർദെ കൂളറിനെ കൊണ്ടുവന്നു, മറ്റേ കാമവിങ്കരെ മാറ്റിയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ആർദെ കൂളർ എംബാപ്പെ ഒരു കോമ്പിനേഷൻ ഓൾറെഡി നടക്കുന്നുണ്ട്. ഒരു 4 അസിസ്റ്റ് 5 അസിസ്റ്റ് അങ്ങനെ എംബാപ്പയ്ക്ക് ഓൾറെഡി ആർദെ കൂളർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ വീണ്ടും നടന്നു. ആർദെ കൂളറിന് ഒരു ബോൾ കിട്ടി. ആ ഒരു ബോൾ എംബാപ്പെ ആ ഒരു ബോക്സിൻ്റെ ആ ഒരു സെൻറ്ററിലായിരുന്നു, അദ്ദേഹത്തിന് കൊടുത്തു. എംബാപ്പെ ടച്ച് ആൻഡ് ടേൺ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേണിൽ എംബാപ്പെ തിരിഞ്ഞു ഗോളടിച്ചു. ആ പോസ്റ്റുമ്പോൾ തട്ടി അത് ഉള്ളിലേക്ക് പോയി, അങ്ങനെ ഗോളായി. ഓക്കെ, നമ്മൾ ആ ഒരു റയൽ മാഡ്രിഡ് ടീം ആസ് എ ഫാമിലി നമ്മൾ കണ്ടതാണ് ആ ഒരു ഗോളിനെ എങ്ങനെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്തെന്നുള്ളത്. അങ്ങനെ അവരൊരു ടീമായിട്ടാണ് കളിക്കുന്നത്. വിനീത് ജൂനിയർ ആ ഒരു വില്ലൻ മോഡിലും, അതായത് ഓപ്പോസിറ്റ് ടീമിൻ്റെ എന്തെങ്കിലും കാര്യമില്ല റെഡ് കാർഡ് അപ്പുറത്ത് മേടിച്ചു കൊടുത്ത് പ്ലേയേഴ്സിനെ കുറക്കുക, ഇവിടെ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുക, റോഡ്രിഗോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ബെല്ലിംഗാം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആസ് എ ഒരു ടീമായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോഴും അവർ ആരൊക്കെ സിംഗിളാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ സ്റ്റിൽ ഇപ്പോഴും പറയുന്നു റയൽ മാഡ്രിഡ് ഒരു എബോവ് ആവറേജ് ടീം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. റയൽ മാഡ്രിഡിൽ നമ്മൾ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. ഗെറ്റാഫെ പോലൊരു ടീമിനെതിരെ ഇതിലും ഗോളുകൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ബാഴ്സ അവിടെ ഓപ്പോസിറ്റ് നല്ല കിടിലൻ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരാനുള്ളത് എൽ ക്ലാസിക്കോയാണ്. അപ്പോൾ അറിയില്ല, എന്തായാലും ഇപ്പോൾ ഈ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഗോളോട് കൂടി മുന്നിലെത്തി. പിന്നെയും മറ്റേ ഫെഡെ വാൽവർദേൻ്റെ ഒരു ഹൈ ബോൾ എംബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അത് എംബാപ്പയ്ക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിരുന്നത്. പക്ഷേ അത് നേരെ മറ്റേ ഗെറ്റാഫയുടെ ഗോൾക്ക് അണ്ണാക്കിലോട്ട് അടിച്ചു കൊടുത്തു എംബാപ്പെ. അങ്ങനെ ആ ഒരു മിസ്സായി. പിന്നെ 9 പേരായി ചുരുങ്ങിയത് കൊണ്ട് തന്നെ ഗെറ്റാഫയുടെ അറ്റാക്കുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അവരുടെ കുറേ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും അവർക്കൊന്നും ഓൺ ടാർഗറ്റിലോട്ട് അടിക്കാൻ പറ്റുന്നില്ല ഗെറ്റാഫയ്ക്ക്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് 9 പേരായി ചുരുങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു ബോൾ ഫുള്ള് കൺട്രോൾ ചെയ്ത് അവരെ ഒരു 1-0 സ്കോറിൽ ഒതുക്കി. ഓക്കെ, ഒതുക്കി മീൻസ് അങ്ങനെയല്ല, ഇനിയിപ്പോൾ അങ്ങനെ അടിക്കണ്ട, അവർ ആൾ കുറഞ്ഞും ചെയ്തു. അങ്ങനെ അടിക്കാൻ വല്ലാതെ ട്രൈ ചെയ്തില്ല. എംബാപ്പയ്ക്കൊന്നും അങ്ങനെ ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു വിനി ജൂനിയറിന് ആ ഒരു ബ്രാഹിം ഡയസ് ഒരു ബോൾ കൊടുത്ത്. വിനി ജൂനിയറിന് ഓപ്പൺ ആയിരുന്നു, അദ്ദേഹം പറത്തി വിട്ടു. അപ്പോഴൊക്കെ പൊല്ലം കൂക്കി വിളിയായിരുന്നു. അങ്ങനെ മാച്ചസ് അങ്ങനെ 90 മിനിറ്റ് പിന്നെ ഒരു 7 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു, അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. മാച്ച് അവസാനിച്ചു 1-0 എന്നുള്ളൊരു സ്കോറിന്. ഗെറ്റാഫയുടെ എവേ മാച്ചായിരുന്നു, ഗെറ്റാഫയുടെ ഹോം സ്റ്റേഡിയം ആയിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് വിജയിച്ചു. ബാക്ക് ടു ദ ടോപ്പ് ഓഫ് ദ ടേബിളിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് റയൽ മാഡ്രിഡ്. സോ ഇനി നെക്സ്റ്റ് ലാലിഗയിലുള്ളത് എൽ ക്ലാസിക്കോയാണ്. എൽ ക്ലാസിക്കോയിൽ ഇതിലും നല്ല പെർഫോമൻസ് എല്ലാവരും റയൽ മാഡ്രിഡിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബാഴ്സ അവിടെ ഒരു മോശം ടീമല്ല, അവർക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിലും കിണ്ണം കാച്ച ടീം തന്നെയാണ് ബാഴ്സ. അവർ അത്ര മോശം ടീമൊന്നുമല്ല. അവരുടെ ആ ഒരു സ്മോൾ ഇൻഡിവിജ്വൽ എറേഴ്സൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടീമൊന്നുമല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ടീം തന്നെയാണ് ബാഴ്സലോണ. സോ അവരേറ്റൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ്. ഫസ്റ്റ് ടെസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 5-2 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് പരാജയപ്പെടുന്നത് അവർക്ക് കിട്ടിയ വലിയൊരു അടിയാണ്. അതിൽ നിന്നും സാബി അലോൻസോ എന്ത് പഠിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ എൽ ക്ലാസിക്കോയിൽ അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, എസ്പെഷ്യലി മാച്ച് സാന്റിയാഗോ ബെർണാബിയിലും കൂടിയാണ്. സോ റയൽ മാഡ്രിഡിന് ജയിച്ചേ പറ്റൂ, ഹോം സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ജയിച്ചേ പറ്റൂ. അത് വേറെ വർത്താനമൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 എൽ ക്ലാസിക്കോണ് പരാജയപ്പെട്ടത്, പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഫ്രണ്ട്ലിയും. അപ്പോൾ റയൽ മാഡ്രിഡിന് വിജയിച്ചേ പറ്റൂ. എല്ലാവരും വെയിറ്റിംഗ് ആണ് ആ ഒരു ടേബിൾ ടോപ്പ് ഫൈറ്റിംഗ് റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ മാച്ച് ഒക്ടോബർ 26-നുണ്ട്. സോ സാന്റിയാഗോ ബെർണാബിൽ ഇനി നമുക്ക് അടുത്ത മാച്ച് നോക്കാം. ഇനി നെക്സ്റ്റ് റയൽ മാഡ്രിഡിൻ്റെ മാച്ച് ചാമ്പ്യൻസ് ലീഗാണ്, യുവൻറ്റസിനെതിരെ. അതും സാന്റിയാഗോ ബെർണാബിൽ തന്നെയാണ്. യുവൻറ്റസിനെതിരെ അത്ര വലിയ കോമ്പറ്റീറ്റീവ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. റയൽ മാഡ്രിഡ് വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. ചാമ്പ്യൻസ് ലീഗാണ്, യുവൻറ്റസ് അത്ര മോശം ടീമൊന്നും അല്ല. സോ നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.